സംസ്ഥാനത്ത് സ്വകാര്യ ആശുപത്രി നഴ്സുമാരുടെ പണിമുടക്ക്. അടിസ്ഥാന വേതനം 40,000 രൂപയാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. UNAയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് പുരോഗമിക്കുകയാണ്. അത്യാഹിത വിഭാഗങ്ങളിൽ മാത്രമാണ് ഇന്നു സേവനമുള്ളത്. TV പ്രസാദും റോഷിപാലും ഹരിമോഹനും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം റോഷിപാലിലേക്ക്. റോഷിപാൽ, നമ്മൾ ഉയർത്തുന്ന ഒരു വിഷയം ന്യായമാണ് എങ്കിൽ അതിൽ നമ്മുടെ പ്രതിഷേധം വലിയ തീവ്രമായിരിക്കും. ആ നിലയ്ക്കുള്ള വലിയ പ്രതിഷേധമാണ് തലസ്ഥാന നഗരിയിൽ കാണാൻ കഴിയുന്നത്. ബാദു, കടുത്ത പ്രതിഷേധത്തിലേക്ക് നഴ്സുമാർ കടന്നിരിക്കുന്നു. അത് സെക്രട്ടേറിയറ്റിലേക്ക് ആയിരങ്ങളാണ് മാർച്ച് നടത്തുന്നത്. അവർ ഏറ്റവും ഒടുവിലത്തെ സമരമാണ്. നിവൃത്തികേടുകൊണ്ടാണ് അവർ തെരുവിലേക്ക് ഈ കൊടും വെയിലിൽ ഇറങ്ങുന്നത്. അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അവരുടെ അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കുക എന്നതാണ്. അതിന് സർക്കാർ ഉത്തരവിറക്കണം. നേരത്തെ തൊഴിൽ മന്ത്രി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ അങ്ങനെ ഒരു ഉറപ്പ് ലഭിച്ചതാണ്. പക്ഷേ ഇതുവരെ ഉത്തരവ് ഇറങ്ങിയില്ല എന്ന പരാതി കൂടി ഉയർത്തുന്നു. സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി അവരുടെ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്ന പ്രധാന ലക്ഷ്യത്തോടുകൂടി ഇപ്പോൾ വലിയ പോരാട്ടത്തിനാണ് ഇവർ എത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നഴ്സുമാർ പണിമുടക്കിക്കൊണ്ട് ഈ സമരത്തിന്റെ ഭാഗമായിരിക്കുന്നു. എന്നാൽ പോലും അത്യാഹിത വിഭാഗം അവിടെ കൈകാര്യം ചെയ്യാനായി അവർ നഴ്സുമാരെ നിയോഗിച്ചതിന് ശേഷമാണ് ഈ സമരത്തിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ മാതൃകാപരമായ പ്രവർത്തനം അവർ ഇപ്പോഴും തുടരുന്നു എന്നതാണ് പ്രത്യേകത. വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ നഴ്സുമാരാണ് അവർ. ഏതാണ്ട് 9 മണിയോടെ തന്നെ തലസ്ഥാനത്തെത്തി ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിന്റെ പരിസരത്ത് തടിച്ചുകൂടി. അവിടെ നിന്നാണ് ഈ വലിയ പ്രക്ഷോഭത്തിന് തുടക്കമായത്. സമരത്തിന് മുന്നിൽ സമരത്തെ നയിക്കുന്നത് ജാസ്മിൻ ഷായാണ്. UNAയുടെ നേതാവ് ജാസ്മിൻ ഷായുടെ നേതൃത്വത്തിലുള്ള സമരമാണ്. ഇന്ന് വൈകിട്ട് മാനവീയം വീതിയിൽ ഇവർ ഒത്തുകൂടുന്നുണ്ട്. ഈ സമരം അനിശ്ചിതകാലമായി കൊണ്ടുപോകാനുള്ള ആലോചനയിലേക്കാണ് ഇപ്പോൾ നഴ്സസ് അസോസിയേഷന്റെ ചിന്തകൾ പോകുന്നത്. കാരണം ഇത് ആവശ്യം അംഗീകരിക്കുന്നതുവരെ സമരം തുടരുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് അവർ പോകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇന്ന് KC വേണുഗോപാലാണ് മാനവീയം വീതിയിലെ സമരത്തിൽ പങ്കെടുക്കുന്നത്. അവിടെ വെച്ചാണ് തുടർ സമരത്തെക്കുറിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് ഈ സംഘടന കടക്കുക. ഏതായാലും ഇതിൽ പങ്കെടുക്കുന്ന സംഘടനയുടെ നേതാക്കളുടെ പ്രതികരണം തേടേണ്ടതുണ്ട്. ഈ സമരം ഇന്ന് വൈകിട്ടാണ് ഏറ്റവും പ്രധാന പ്രഖ്യാപനം നടത്തുക. തീർച്ചയായിട്ടും ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് ഞങ്ങൾ സമയം കൊടുക്കുകയാണ്. സർക്കാർ ശക്തമായ നിലപാട് എടുത്തിട്ടില്ലെങ്കിൽ, സ്വകാര്യ മാധ്യമങ്ങളെതിരായിട്ടുള്ള ഒരു ഗംഭീര നിലപാട് എടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം കൺവെൻഷനിലെ ഏറ്റവും ശക്തമായ സമരമുറയിലേക്ക് ഞങ്ങൾ പ്രഖ്യാപിക്കും. ആ സമര മുറ അത് കേരളത്തിലെ ആരോഗ്യരംഗത്ത് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളെ മേടിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും സമ്മർദ്ദമാണോ? തീർച്ചയായും. അതായത് യഥാർത്ഥത്തിൽ ഈ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ കേരളത്തിലേക്ക് വന്നിരിക്കുന്നു, വലിയ നിക്ഷേപങ്ങൾ വന്നിരിക്കുന്നു, അവർ വലിയ രീതിയിലുള്ള ചികിത്സാ ഫീസ് വർധന വരുത്തിയിരിക്കുന്നു. എന്നിട്ട് പോലും ജീവനക്കാരുടെ ശമ്പളത്തിൽ ഒരു മാറ്റവും വരുത്താൻ തയ്യാറായിട്ടില്ല. 1333 രൂപ എന്നുള്ള ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോഴും ഫ്രഷായിട്ട് കയറുന്ന നേഴ്സിന് 10,000 രൂപ കൊടുക്കണം എന്നുള്ളതാണ് സർക്കാർ ഉത്തരവ്. അതുപോലും കൊടുക്കാത്ത ആശുപത്രികളുണ്ട്. 20,000 രൂപ സ്റ്റാഫ് നഴ്സിന് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കാത്ത ആശുപത്രികൾ നിരവധിയുണ്ട്. ഇവർക്കെതിരെ ഒന്നും നടപടിയെടുക്കുന്നില്ല. യഥാർത്ഥത്തിൽ മാനേജ്മെന്റുകളുടെ തോന്നിയവസമാണ് സ്വകാര്യ മേഖലയിൽ നടക്കുന്നത്. അവരെ നിയന്ത്രിക്കാൻ സർക്കാരിന് സാധിച്ചില്ലെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ ഞങ്ങൾക്കാകുമെന്നുള്ളതിന്റെ താക്കീതാണ് ഇന്നിവിടെ നടക്കുന്നത്. സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. ഇന്ന് മാനവീയ വീതിയിലുള്ള പ്രഖ്യാപനം അനിശ്ചിതകാല സമരത്തിലേക്ക് പോവുക എന്ന് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ഏറ്റവും ശക്തമായ സമരമുറയിലേക്ക് ഞങ്ങൾ കടക്കും. കാരണം നിങ്ങൾ കണ്ടാണ്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ നഴ്സുമാരും ഇവിടെ അണിനിരന്നിട്ടുണ്ട്. ഏറ്റവും ശക്തമായ പ്രഖ്യാപനം. ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചാണ് അവരിവിടെ എത്തിയിട്ടുള്ളത്. അതിൽ ഗർഭിണികളടക്കമുള്ള ആളുകളുണ്ട്. കാരണം ജീവിക്കാൻ കുഞ്ഞുങ്ങളുമായിട്ടാണ് പലരും വന്നിട്ടുള്ളത്. ഇത് അതിജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ്. ഈ സമരം വിജയിക്കാതെ ഞങ്ങൾക്ക് പിന്മാറാൻ സാധിക്കില്ല. തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച പ്രതീക്ഷിക്കുന്നുണ്ട്. തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ സമരം പ്രഖ്യാപിച്ച മുതൽ ഒരു ശക്തമായ അവരുടെ ജീവിത പ്രശ്നങ്ങൾ വ്യക്തമാക്കുന്ന പ്രിയ പ്രേക്ഷകരെ, 2017 ആദ്യ സമരം നടക്കുന്നു. 20,000 രൂപയിലേക്ക് ഈ അടിസ്ഥാന വേതനം ഉയർത്തിയതിനെ തുടർന്ന് സമരം താൽക്കാലികമായി പിന്മാറുന്നു. പിന്നീട് പഠന റിപ്പോർട്ടുകൾ വരുന്നു, അന്വേഷണ റിപ്പോർട്ടുകൾ വരുന്നു. 2023 ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകുന്നു. പക്ഷേ തീരുമാനം നടപ്പിലാക്കിയില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 7 വർഷമായി സ്വകാര്യ മേഖലയിലെ നഴ്സുമാരുടെ ശമ്പളത്തിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവർ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത്. തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നൊന്നില്ല എന്ന് ചോദിക്കുന്നു. അത് സുപ്രീം കോടതി തന്നെ ഉറപ്പാക്കണമെന്ന് നിഷ്കർഷിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് നമ്മുടെ നാട്ടിൽ നടപ്പിലാകുന്നില്ല. അതിൽ അടിസ്ഥാനപരമായി നീതി നിഷേധമുണ്ട് എന്നുള്ളതാണ് നഴ്സുമാർ പറയുന്നത്. സ്വാഭാവികമായും അതിനൊപ്പം തന്നെ സമൂഹത്തിന് മനസാക്ഷി നിൽക്കും എന്നുള്ളിടത്താണ് ഈ വിഷയം നമ്മൾ ഇത്ര ഗൗരവത്തോടു കൂടി പ്രേക്ഷകരുടെയും സർക്കാരിന്റെയും ഒക്കെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. TV പ്രസാദ് കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രസാദ്, എല്ലാമുണ്ട്, തീരുമാനമുണ്ട്, കോടതി നിർദ്ദേശങ്ങളുണ്ട്, എല്ലാമുണ്ട്, പക്ഷെ ഒന്നും നടപ്പിലാകുന്നില്ല.
അത് തന്നെയാണ് മാധു. അതിശക്തമായ പ്രക്ഷോഭമാണ് നഴ്സുമാരുടെ നേതൃത്വത്തിൽ ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. ഇന്ന് രാവിലെ നമ്മൾ കരുതിയത് ഇന്നത്തേത് ഒരു സൂചനാ പണിമുടക്ക്, സൂചനാ സമരം എന്ന നിലയിലായിരിക്കും എന്നായിരുന്നു ഇന്നലെ രാത്രി വരെ കരുതിയതെങ്കിൽ ഇന്നിപ്പോൾ ഇവരിൽ ബഹുഭൂരിപക്ഷം പേരും ദിവസങ്ങളോളം ഇവിടെ താമസിക്കാനുള്ള തയ്യാറെടുപ്പുമായിട്ടാണ് ഇന്നിങ്ങോട്ടേക്ക് വന്നത്. ഇന്നത്തെ വൈകിട്ടത്തെ ഇവരുടെ യോഗം അത് പ്രധാനപ്പെട്ടതാണ്. തീരുമാനമാകാതെ പിരിയില്ല എന്ന ഒരു ആലോചനയിലേക്ക് ഉൾപ്പെടെ ഇവർ നീങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ജാസ്മിൻ ഷാ ഉൾപ്പെടെയുള്ള നേതാക്കളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. സമീപകാലത്തൊന്നും തലസ്ഥാനം കണ്ടിട്ടില്ലാത്ത വിധം വലിയ ജനക്കൂട്ടത്തെയാണ് ഇന്ന് തലസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിരവധി ആളുകളാണ് പ്രത്യേകം ബസ്സുകൾ പിടിച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നത്. 11 മണിക്കാണ് സമരം തുടങ്ങാൻ നിശ്ചയിച്ചതെങ്കിൽ പോലും രാവിലെ 8 മണിയോടുകൂടി തന്നെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നഴ്സുമാരെ കൊണ്ട് നിറഞ്ഞിരുന്നു. അവരെ അവിടെ ഉൾക്കൊള്ളാൻ പറ്റാതെ പിന്നീട് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലേക്ക് അവർ നീങ്ങി. അവിടെ നിന്നാണ് ഇപ്പോൾ കൂട്ടം കൂട്ടമായി പ്ലക്കാർഡുകളും കൊടികളും ഏന്തിയ നഴ്സുമാർ സെക്രട്ടേറിയറ്റ് ലക്ഷ്യമാക്കി നീങ്ങുന്നത്. സെക്രട്ടേറിയറ്റിന് 300 മീറ്റർ മുന്നിൽ ഇപ്പോൾ ഈ വലിയ മാർച്ച് എത്തിയിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റിയുടെ തൊട്ട് മുന്നിലാണ് ഈ മാർച്ചുള്ളത്. മാധു നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 7 വർഷം ഇവർക്ക് 1 രൂപ പോലും ശമ്പളം കൂടിയിട്ടില്ല എന്നുള്ളതാണ്. സമീപകാലത്താണ് നഴ്സുമാരുടെ ഈ രീതിയിലുള്ള കൂട്ടായ്മകൾ നമ്മൾ കണ്ടിട്ടുള്ളത്. വിവിധ തൊഴിലാളി സംഘടനകൾക്ക് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ടെങ്കിൽ പോലും വളരെ കുറച്ച് കാലങ്ങൾ മാത്രമായാണ് ഇവർ UNA എന്ന സംഘടനയ്ക്ക് കീഴിൽ അണിനിരക്കാൻ തുടങ്ങിയിട്ട് അവിടെ നിന്നിങ്ങോട്ടേക്ക് തുടങ്ങിയ അതിശക്തമായ സമരങ്ങൾ സമരത്തിന്റെ ജ്വാലകൾ തന്നെയാണ് നമുക്ക് തലസ്ഥാന നഗരിയിൽ കാണാൻ കഴിയുന്നത്. സൂചനാ സമരം എന്നല്ല ഇതിനെ പറയേണ്ടത്. 1/3 ആളുകൾ മാത്രമാണ് ആശുപത്രികളുടെ പ്രവർത്തനത്തിന് ഒരു വിഘാതവും വരാതെ ഒരളവ് ജീവനക്കാരെ മാത്രം വിളിച്ചുകൊണ്ട് മാത്രമാണ് ഈ സമരം നടത്തുന്നത് എന്ന് അവർ പറയുമ്പോൾ വരാനിരിക്കുന്ന സമരം എത്ര രൂക്ഷമായിരിക്കും എന്നതിന്റെ മുന്നറിയിപ്പ് കൂടിയാണ് നഴ്സുമാർ നൽകുന്നത്.